ഹലോ ടീമേ, നമ്മൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ നൗഷാദിക്കയുടെ വർക്ക്ഷോപ്പിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നൊരു വണ്ടി പണി കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോയും ബാക്കിയുള്ള വണ്ടിയുടെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കുന്നത്. സാധനം അടിപൊളി ലുക്കാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് മട്ടാഞ്ചേരി വരെ ഇക്ക അന്വേഷിച്ചാണെന്നുണ്ടെങ്കിൽ അതിൽ വേറെ മൂടാണ്. പുള്ളീനെ വിശ്വസിച്ച് വന്ന വണ്ടിയാണ്. അതിൻ്റെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കണ്ടിട്ട് വരാട്ടോ നമുക്ക്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ടീമേ, ഇവിടെ ഒരു ആപ്പായ ക്ലാസിക് വന്നിട്ടുണ്ട്. കുഷ്യൻ സീറ്റൊക്കെയാണ്. ഉള്ളിലാണ് അതിൻ്റെ കളി ഇരിക്കുന്നത്. ഇൻറ്റീരിയർ വർക്കാണ് അതിൻ്റെ അടിപൊളി. ഗോൾഡൻ വർക്ക് തട്ട് അപ്പോൾസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ലൈറ്റൊക്കെ വരുമ്പോഴാണ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വലിയ എഫക്റ്റ് നമുക്ക് കിട്ടാനുള്ള. രാവിലെ എടുത്താകുമ്പോൾ അതിൻ്റെ പക്ക ക്ലിയറായിട്ട് നമുക്ക് കിട്ടും. ഡോറ് സ്റ്റീൽ പൈപ്പൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിട്ട് വരുമ്പോൾ പുഷ് ബാക്ക് സീറ്റാണ്. ബാക്ക് കട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് സ്ലീഡിൽ കിടക്കാനുള്ള സെറ്റപ്പൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ആണെങ്കിലും ഒരു ആപ്പ ക്ലാസ്സിക്ക് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോഡിയും ഡോറും സ്ലൈഡിങ് ഗ്ലാസ്സൊക്കെ ഉള്ള സെറ്റപ്പാണ്. ബാക്കിൽ ഡിക്കിയൊക്കെ ഉണ്ട്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ലുക്ക് വരുന്നത് അപ്പോൾസ് എല്ലാം പെയിൻറ്റിങ് അപ്പോൾസ് എല്ലാം കഴിയുമ്പോഴാണ് അതിൻ്റെ പക്കാൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് പണിയെല്ലാം കഴിയുമ്പോൾ വേറെ മൂടാവും വണ്ടിയെല്ലാം. ഏത് മൂഡ്, പൊള്ളിയും മൂഡ്. ഇപ്പോൾ ബാക്കിലെ ഡോറിൻ്റെ ഇത് തന്നെ കാണുമ്പോൾ ലുക്കിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നോക്കി, സൈഡിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും നോക്കുമ്പോൾ വേറെ ലെവലാണ്. ഇതെല്ലാം വർക്കെല്ലാം കഴിയുമ്പോഴേ ക്ലിയർ ആവുള്ളൂ. ഇവിടെയാണെങ്കിൽ ഒരു ആപ്പ ക്ലാസിക്ക് ടയറൊക്കെ അടിച്ച് ബോഡിയൊക്കെ അടിച്ചിട്ടേക്കാണ്. ഇതാണ് ട്രാവലറിൻ്റെ ബ്രേക്ക് ലൈറ്റ് ചെയ്ത വണ്ടി. നേരത്തെ ചെയ്തു പോയാണ്. ഇതിൻ്റെ വീഡിയോ നമുക്ക് വരും. ഇത് വേറെ എക്സ്ട്രാ വർക്കൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇതിൻ്റെ ബജാജിൻ്റെ ഇലക്ട്രിക് വണ്ടിയും ബോഡി അടിക്കാനുണ്ട്. വേറെ പല വണ്ടികളും നടപ്പുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പണിതുകൊണ്ടിരിക്കുക. ഓരോ വണ്ടിയിൽ പണിയും മൊത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതാണ് നമ്മുടെ താരം. ഈ വണ്ടി കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ബാക്ക് ലുക്ക് നോക്കി, ബസ്സിൻ്റെ ലൈറ്റും കാറിൻ്റെ ലൈറ്റും ഒക്കെ ബമ്പറിൽ സെറ്റ് ചെയ്ത് സ്റ്റെപ്പിനെയൊക്കെ ഡോറിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്താണ് കാണേണ്ടത്. എയർ ബസ്സിൻ്റെ അകത്തെ ലൈറ്റും ഈ സെറ്റാണ് ചെയ്തേക്കുന്നത്. അകത്ത് ഇൻറ്റീരിയറിൽ LCD TV, നിയോൺ സ്റ്റിപ്പ്, ലേസർ കട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തേക്കുന്നത് സുഹേലിക്കാണ്. ലൈറ്റ് വർക്കും ഇൻറ്റീരിയർ വണ്ടിയുടെ അടിയിൽ ലൈറ്റ് ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് സുഹേലിക്കാണ്. പുള്ളിയുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തിരിക്കും. ഇതിൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യുക. സാധനം വേറെ മൂഡാണ്. അവിടെ ചെന്നാൽ അതിൻ്റെ ഫീൽ മനസ്സിലാവും. നമ്മൾ ഫോണിൽ കൂടി എത്ര എഫക്റ്റീവ് ആണെന്ന് അറിയില്ല. നമ്മൾ കാണുമ്പോൾ നമ്മുടെ കിള്ളി പോകണ ഈ സാധനം കണ്ടി. എന്ത് സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത് വേറെ മൂഡാണ്. നമ്മൾ കണ്ടതിൽ എത്ത് സാധനം ഇതാണ്ട. പുറത്താണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കവറിലൊക്കെ നമ്മുടെ സ്റ്റീലിൻ്റെ സാധനം സെറ്റ് ചെയ്തേക്കാണ്. ഇതിൻ്റെ കൊമ്പ് മിറായാലും ഷീൽഡായാലും സെറ്റാണ്. ഇതിൻ്റെ ഷീൽഡൊക്കെ ചെയ്തേക്കുന്നത് സ്റ്റീലിൻ്റെ തകിടിലാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഔട്ടർ അപ്പോൾസിൽ വരുന്നത് ബ്ലാക്ക് കോട്ടിങ് ഉള്ളതിലാണ്. പിന്നെ ഫ്രണ്ട് ഡോറ് 2 എണ്ണം പവർ വിൻഡോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബാക്കിൽ വന്നേക്കുന്നത് സ്ലൈഡിങ് ഡോറുമാണ് ചെയ്തേക്കുന്നത്. ഉണ്ട് ഈ ഡോറാണ് ഫ്രണ്ട് 2 ഡോറ് പവർ വിൻഡോ ആണ്. ബാക്ക് സ്ലൈഡിങ് ഒമിനിയുടെ പോലത്തെ. നമ്മ ആരും ചെയ്തേക്കാൻ കണ്ടില്ല. നമ്മുടെ നൗഷാദിക്കാണ് ആദ്യമായിട്ട് ചെയ്തേക്കണം. ഞാൻ കണ്ടേക്കണ്. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്താ സൈഡിൽ ലുക്ക് നോക്കി, സ്റ്റെപ്പെല്ലാം സ്റ്റീലിൻ്റെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഡോറ് ഇട്ട് കയറാൻ വേണ്ടി പുറത്തേക്ക് ചവിട്ടി കയറാനുള്ള സെറ്റപ്പ്. ഇതാണ് നമ്മുടെ സ്ലൈഡിങ് ഡോറ് വന്നത്. ഉണ്ടാ എല്ലാം ഇപ്പം ചെയ്തേക്കണ വർക്കെല്ലാം ഫിനിഷിങ് ആണ്. കാണാനുണ്ട് ചെയ്തേക്കണൊക്കെ. ബാക്ക് ഡിക്കേണ്ട പൊക്കത്തേക്ക് ഷോക്ക് ടൈപ്പല്ല, സൈഡാണ്. നോക്കി സ്ലൈഡിങ് ഡോർ ഒതുങ്ങിയിരിക്കണ നോക്കി. ബൾജ് ചെയ്ത് പുറത്തേക്ക് ചാടിയിരിക്കാതെ പക്കയായിട്ട് ഒതുങ്ങി ആ ബോഡി ലെവലിൽ പക്കയായിട്ട് ഇരിക്കണത്. ഇന്ത്യയിൽ ഒരു രക്ഷയില്ല. വേറെ മൂഡാണ്. സാധനം പക്ക ലെവലാണ്. ചെയ്തേക്കണ വർക്കൊക്കെ എഫക്റ്റ് ചെയ്തേക്കണ വർക്കെല്ലാം സെറ്റാണ്. ഉള്ളിൽ കൂളറിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നമ്മുടെ ചാർജറിൻ്റെ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സുള്ള വണ്ടിയാണ്. ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന്. നമ്മൾ പറഞ്ഞേക്കാളും നല്ലത് നമ്മൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ വേറെ
ഫുൾ വീഡിയോ വന്നുണ്ട്. ഇപ്പം എല്ലാം കൂടി ആയാൽ തിങ്ങിപ്പോവും. ഇത് ഇപ്പോൾ വർക്ക് എടുക്കുന്ന വീഡിയോ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം വർക്കെല്ലാം കഴിഞ്ഞിട്ടൊരു വീഡിയോ കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. ഇത് നമ്മളെ സുഹേലിക്കയുടെ മോനാണ്ട, ഇളയവനാണ്. അടിയത്തെ ലൈറ്റ് നോക്കി പല കളറാണ്. ഇതൊക്കെ ഓടി വരുമ്പോണ്ടല്ല പള്ളിപ്പെരുന്നാൾ വന്നുകൊണ്ടിരിക്കും. രാത്രിത്തെ ഒരു ഫീല് കാണേണ്ടത് തന്നെയാണ്. കണ്ടാലത് മനസ്സിലാവും. നമ്മൾ എത്ര പറഞ്ഞാലും നമുക്കത് ക്ലിയർ ആവില്ല. സാധനം സെറ്റാണ്. പടിയിലൊക്കെ സ്റ്റെപ്പ് വെച്ച് കണ്ട സ്റ്റെപ്പിലൊക്കെ ഒന്ന് കണ്ടു നോക്ക്. വർക്കൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ട. ഇതേ നോക്കി എല്ലാം മേൽനോട്ടത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ചെയ്യണം, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾസക്കാരുണ്ട്, ലൈറ്റ് വർക്ക് ഉണ്ട്, സ്റ്റഫ്ഡിങ്സ് ഉണ്ട്. എല്ലാവരും വണ്ടിയുടെ ചുറ്റും നടന്ന് പണിതുകൊണ്ടിരിക്കുക. ഇന്ന് കണ്ടിട്ട് വന്നാലോ.
ആദ്യമേ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിൻ്റെ വണ്ടി ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, അത് മിക്കവരും കാണണം കേട്ടോ. ഓക്കെ.